പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ 38 ദിവസത്തേക്ക് പൊരി വെയിലും കഠിന ചൂടുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെ ഇന്ന് പുറത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ പ്രവാസികൾ യു എയിൽ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട് കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. കോൺസുലാർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ എംബസിയുടെയും ദുബായിലെ കോൺസുലേറ്റിൻ്റെയും നടയിൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പരിശോധിക്കുമ്പോൾ അൽഹിന്ദിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രസ് റിലീസ് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൂടി സൂചിപ്പിക്കുകയാണ്. യു എയിൽ എല്ലായിടത്തുമായിട്ട് 16 കേന്ദ്രങ്ങൾ ഈ CPV കോൺസുലാർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾക്ക് വേണ്ടി, സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് വേണ്ടി എല്ലാം റെഡിയാക്കി വച്ചിരിക്കുന്നു. അതും ചരിത്രത്തിലില്ലാത്ത കുറഞ്ഞ സർവീസ് ഫീസാണ് അൽഹിന്ദ് ഗവൺമെൻറ്റിന് മുന്നിൽ കോട്ട് ചെയ്തതും അതനുസരിച്ച് ഗവൺമെൻറ് അവാർഡ് അൽഹിന്ദിന് കൊടുത്തതും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 40-40 കമ്പനികൾ വന്ന് ഈ കോൺസുലാർ സർവീസ് നടത്താൻ വേണ്ടി ബിഡ് ചെയ്തപ്പോൾ അതിൽ 4 കമ്പനികൾക്ക് മാത്രമാണ് എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് ഗവൺമെൻറ് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തിയതും ആ 4 കമ്പനികളിൽ നിന്ന് ഏറ്റവും മികച്ച, ഏറ്റവും കുറഞ്ഞ സർവീസ് ഫീസ് കൊടുത്ത 19 ദിർഹമാണ് ഒരു സേവനത്തിന്. ഇന്നുവരെ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത വിലക്കുറവാണത്. അങ്ങനെ കൊടുത്ത അൽഹിന്ദിന് അവാർഡ് ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ജൂലൈ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നിന്ന BLSൻ്റെ സേവനങ്ങൾ നിർത്തിയിരിക്കുന്നു. ജൂലൈ 1 മുതൽ അൽഹിന്ദ് വരുന്നു എന്ന് പറഞ്ഞു കേട്ട് നിന്നിടത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് കൊണ്ട് തൽക്കാലം അൽഹിന്ദിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഡിലേ വരുന്നു. ആ സമയത്ത് കോൺസുലാർ സേവനങ്ങൾക്കും പാസ്പോർട്ട് പുതുക്കുന്നതിനും മറ്റുമായിട്ട് നമുക്ക് ഇന്ത്യൻ എംബസി അബുദാബി, ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ മാത്രം സമീപിക്കാം. അതും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യക്കാരെല്ലാം തടിച്ചു കൂടുകയാണ്. അപ്പോൾ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് എന്നതിനെക്കുറിച്ച് പഠിച്ചു പോകുമ്പോൾ ഈ ബിഡിങ്ങിൽ പരാജയപ്പെട്ട ചില കമ്പനികൾ ഡൽഹി ഹൈക്കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണല്ലോ. തങ്ങൾക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായിരിക്കാം, അതിങ്ങനെ അൽഹിന്ദിന് കൊടുത്തതിൽ എന്താണ് കാരണം എന്നതൊക്കെ പറഞ്ഞ് സമയത്ത് കുഴയ്ക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമോ മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരുന്നു. നമ്മുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി വരുന്ന മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർ, മറ്റുള്ളവർ ഒക്കെ ബുദ്ധിമുട്ടുന്നു. ഏതായാലും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശിക്കുകയാണ്. ഈ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ഏതായാലും ഇന്ത്യൻ എംബസിയിൽ നിന്ന് അൽഹിന്ദിനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാത്തിരിക്കണം, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള റീസൺസ് ഒക്കെ പരിഹരിക്കപ്പെടുന്നതിന് ശേഷം തുടങ്ങാം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണെന്ന് അൽഹിന്ദ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. എത്രയും വേഗം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അല്ലെങ്കിൽ തന്നെ പാസ്പോർട്ട് സേവനങ്ങളുടെ വില കൂട്ടിയതായിട്ടുള്ള പ്രഖ്യാപനം വന്നു. അതിൻ്റെ കൂടെ സർവീസ് ഫീസ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് കിട്ടുന്ന ഈ സേവനം എത്രയും വേഗം വരട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ഇനി ഒരു കൗതുകമുള്ളൊരു ചോദ്യം. ഇന്നലെ റൊണാൾഡോ ആ നിർണായകമായ ഗോളടിക്കാൻ നേരത്ത് അദ്ദേഹം സ്വയം പറഞ്ഞു ഒരു വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. അദ്ദേഹം ആ നിർണായകമായിട്ടുള്ള പെനാൽറ്റി ഗോൾ അടിക്കാൻ നേരത്ത് എന്താണ് സ്വയം മന്ത്രിച്ചത്? കുറച്ചുപേർ പറയുന്നു ബിസ്മില്ല എന്നാണെന്ന്, ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന അർത്ഥത്തിൽ. കുറച്ചുപേർ പറയുന്നു ബ്ലസ് മീ എന്ന് സാധാരണ ക്രിസ്തുമത വിശ്വാസികൾ പറയുന്ന ദൈവത്തോട് എന്നെ അനുഗ്രഹിക്കൂ എന്ന അർത്ഥത്തിൽ പറയുന്ന വാക്കായിരിക്കുമെന്ന്. ഏതായാലും സാമൂഹിക മാധ്യമങ്ങളിൽ ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ എന്താണ് റൊണാൾഡോ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഏറ്റുപിടിച്ചുകൊണ്ട് അവരുടേത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദി അൽ നാസർ ക്ലബ്ബിൽ റൊണാൾഡോയുടെ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് സൗദി സ്വാധീനം വെച്ചുകൊണ്ട് ബിസ്മില്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഗോളടിക്കാൻ ശ്രമിച്ചതാണോ, അതോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ബ്ലസ് മീ എന്ന് ദൈവത്തോട് പറഞ്ഞതാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയം നിൽക്കുമ്പോൾ ആ ഷോട്ട് കണ്ടവർക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം ഒരു കൗതുകത്തിന് ഈ കമൻറ്റ് ബോക്സിൽ കുറിച്ചാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കയറിയത് എന്നുള്ള കാര്യം ഒന്നറിയാമല്ലോ. ഫെബ്രുവരി 28 യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം വധിക്കപ്പെട്ട ഇറാൻ്റെ പരമോന്നത മേധാവിയായിരുന്ന ആയത്തുള്ള അലി ഖാമനിയുടെ ഖബറടക്കം നാളെ ടെഹ്റാനിൽ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും നേതാക്കന്മാരുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും കിട്ടുകയാണ്. യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇറാൻ്റെ ഗാർഡിൻ്റെ മേധാവി ആദ്യമായി ഒരു പബ്ലിക് അപ്പിയറൻസിലേക്ക് വന്നു എന്നും ഇറാൻ മീഡിയ വ്യക്തമാക്കുകയാണ്. ഇതിനിടയിൽ ശുഭസൂചകമായിട്ടൊരു കാര്യം, പല രാജ്യങ്ങളും കമ്പനികളും ഇറാൻ്റെ എണ്ണ വാങ്ങാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളതാണ്.
അമേരിക്കയുടെ ഉപരോധത്തിൽ അയവ് പ്രഖ്യാപിച്ചത് മുതൽ അങ്ങനെയുള്ള കമ്പനികൾ ഇപ്പോൾ ക്യൂവിൽ നിന്നുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാം എന്നതിൽ ഗവേഷണം നടത്തുന്നു. എന്നാൽ വളരെ ദീർഘകാലം ഈ ഒരു ഉപരോധത്തിലെ അയവ് തുടരുമോ, അങ്ങനെ ഉണ്ടാവില്ലയോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് പല രാജ്യങ്ങളും മാറി നിൽക്കുന്നു എന്നും ചില സൂചനാ റിപ്പോർട്ടുകൾ പറയുകയാണ്. യുദ്ധത്തിൽ അയവ് വന്ന സാഹചര്യത്തിൽ രണ്ട് വലിയ കാര്യങ്ങൾ. ഒന്ന്, എണ്ണ വിലയിൽ അല്പം കുറവ് ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ 3 അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ് ആഗോള മാർക്കറ്റിൽ. അതുപോലെ സ്വർണ്ണവിലയിലും കഴിഞ്ഞ ദിവസം വന്ന, അത് എപ്പോഴും അങ്ങനെയാണല്ലോ, എണ്ണവില കുറയുമ്പോൾ സ്വർണ്ണവില കൂടുന്നു. സ്വർണ്ണവില 488 ആയിരുന്നത് ഇപ്പോൾ 24 ക്യാരറ്റിന് 500 ദിർഹം കടന്ന് UAE മുന്നോട്ട് പോവുകയാണെന്ന റിപ്പോർട്ട്. അല്പം വർധനവിലേക്ക് വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരികയാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.